ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളുടെ കുറച്ച് പയറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നോക്കട്ടെ ഷാൻകുട്ട, പയറിനെ ഒന്ന് കാണിച്ചു കൊടുക്ക്. പയറിനെ ഒന്ന് കാണിക്കുന്ന വലിയ പയറ് പൊട്ടിക്കട്ടെ, മേളില് പൊട്ടി. പതുക്കെ പൊട്ടിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മളുടെ പയറുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ ഷാനും ഷിഫിനുമാണ് അത് പറിക്കണത്. അപ്പോൾ അവർക്കിതിൽ ഭയങ്കരമായൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. അവർ എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. അത് വന്ന് നോക്കും, അതുണ്ടാവുന്നുണ്ടോ, വലുതാവുന്നുണ്ടോ, പടരുന്നുണ്ടോ എന്നൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പറിക്കാൻ അവരെ തന്നെ നമുക്ക് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നിന്ന് പറിക്കണം. വളരെ സന്തോഷമായിട്ട് കേട്ടോ. ഈ പയറൊക്കെ നട്ടിട്ട് ഇപ്പോൾ നമ്മളൊരു 10-20 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഒരു മാസം പോലും എനിക്ക് തോന്നണു ആയിട്ടില്ല എന്ന്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതിൽ നല്ലപോലെ പയറുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ചെറിയ തൈകളാണ്, പക്ഷേ നല്ല പയറുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. കിട്ടുന്നില്ലേ? ഓക്കെ. ഷാൻ, എന്താണ് പറയാനുള്ളത് ഷാന്? നല്ല സന്തോഷമുണ്ട്. കുറച്ച് ദിവസമായിട്ടുള്ളൂ, അപ്പോഴേക്കിനും ഈ പയറുകൾ ഇങ്ങനെ ഉണ്ടായി ഇറക്കുമ്പോൾ ഒരു നല്ലൊരു സന്തോഷം വരും. ഇതിലൊരു 4 കൂടി ഉണ്ട്. നല്ല പയറുണ്ടോ? ഇത് കണ്ടോ, ചെറിയ തൈയാണ് കേട്ടോ അതൊക്കെ. പക്ഷെ അതിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതാ ഷൻ അവിടെ, അതാ അറ്റത്ത് നോക്കി 2 പേര് താഴെ രണ്ടാൾ നോക്കാം. ഇത് കണ്ടോ, ചെറിയൊരു വെണ്ടക്ക തയ്യും വേണം. നല്ല വെണ്ടക്ക ഉണ്ടായി. അതവിടെ പൊന്നു കാണുന്നില്ലേ അത് വെണ്ടക്ക? യെസ്, അതൊക്കെ വെണ്ടക്ക ഉണ്ടായി തുടങ്ങി. ഇത്ര പെട്ടെന്ന് ഉണ്ടാവുന്ന ഞാൻ പ്രദേശത്തില. മത്തങ്ങ പൂ വിരിഞ്ഞു. അവിടെ 2 എണ്ണം വരും, 2 പേര്. ഓക്കെ അല്ലേ. ഇനി ബാക്കിയുള്ളവരൊക്കെ വലുതാവട്ടെ ഒന്നും കൂടി. അപ്പോൾ നമുക്കൊരു 2 ദിവസം അയാൾ ഇല്ല, അവരൊന്നും കൂടെ വലുതാവും അവിടെ. ഇനിയിപ്പോൾ അതിലൊക്കെ നിറയെ കായകൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്കിനി ആ കുട്ടിക്കൊന്ന് പഠിക്കാൻ കൊടുക്കും പൊന്നു. അടിപൊളിയില്ലേ ഷിഫിൻ? അതായിട്ടില്ല. എന്താ വെക്ക ഷിഫിന്? ഉപ്പിരി. നല്ലോം കഴിക്കുവോ?
അടിപൊളി. അഞ്ഞ് കാക്കൊന്ന് പിടിക്കട്ടെ, കാക്കൊന്ന്. ഓക്കെ ഷാൻ, ഇനി ഇതൊക്കെ എന്താ ചെയ്യണ ഷാൻ? ഇതൊക്കെ ഉപ്പേരി, നാളെ ഉപ്പേരി വെച്ചിട്ട് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകും. അപ്പൊ ഷാൻ തന്നെ വെള്ളം ഒഴിച്ച് ഞാൻ തന്നെ എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കലാണ്. ഇത് പടരാത്തങ്കോട്ട് ഞങ്ങള് കയറ് കെട്ടിയാണ് പടർപ്പിച്ചത് നമുക്ക്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ചെറിയ ഞാൻ തന്നെ എന്നും ഈ മോൾക്ക് വന്ന് ഇവൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. നല്ലൊരു വീട്ടിക്ക് പോയിക്കായിരുന്നു. അപ്പൊ ഇവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റിയില്ല. എന്നാലും അവര് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ വാടാതെ അവിടെ തന്നെ നിന്നങ്ങനെ ഉണ്ടായി. പെട്ടെന്ന് തന്നെ അങ്ങനെ ഒന്ന് ഉണ്ടായി വരാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സന്തോഷം വരുന്ന കാര്യമാണ്. ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ഞങ്ങളിത് എന്താണ് വിത്തിടുന്ന വീഡിയോ എടുത്തിരുന്നു. അത് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യല്ലേ. ചീര കുറച്ചും കൂടിയാ. ഇനി അടുത്ത ഞങ്ങൾക്ക് കുമ്പളങ്ങ ഇടുന്ന വീഡിയോ ഉണ്ടാവും. പിന്നെ വഴുതനങ്ങ, വെണ്ടയ്ക്ക അല്ലെ, ഇതൊക്കെ സാധനമാണ് എന്നും വെള്ളം ഒഴിക്കണത് അല്ലെ, 2 നേരം സ്കൂളിൽ പോകുന്നതിന്. അതെ മുമ്പേ ഞങ്ങള് വെള്ളം ഒഴിച്ചു കൊടുക്കലുണ്ട്. പിന്നെ ഉച്ചക്ക് എന്റെ അനിയനും എന്റെ മദറും ആണ് വെള്ളം ഒഴിച്ചു കൊടുക്കല്. ഉച്ചക്ക് ഞങ്ങള് സ്കൂളിലല്ലേ കാര്യം. അപ്പൊ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് 2 ദിവസം ലീവ് കിട്ടുമ്പോ ഉച്ചക്ക് ഞങ്ങൾ തന്നെ വെള്ളം ഒഴിക്കും, മണ്ണൊക്കെ ഇട്ട് കൊടുക്കും അല്ലേ. പുതിയ നടന്നോ പുതിയ അപ്പോൾ അവർ രണ്ടുപേരും കൂടി നല്ല പ്രസംഗം നടത്തുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൃഷിയൊക്കെ വെജിറ്റബിളിലൊക്കെ കൃഷി ചെയ്യണം, ഇതിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. വെജിറ്റബിൾ കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ കൂടി നമ്മൾ ഇതിലേക്കൊന്ന് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് ഭയങ്കര ഒരു കൗതുകത്തോടെ അവർ ഈ ഫോണും ടി വിയും ഫുൾ ടൈം അതൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈം പഠനം ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നതിനിടയിൽ അവർക്കും ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവരെ ചേർത്തി കഴിഞ്ഞാൽ. അപ്പോൾ അതെനിക്കറിയാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പയർ അവർക്ക് ഞാൻ നാളെ മെഴുക്കുവരട്ടി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ കഴിച്ചോളും. അപ്പോൾ വെജിറ്റബിൾ അവരുടെ വയറ്റിലാവും. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും കുട്ടികളൊന്നും വെജിറ്റബിൾ കഴിക്കില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ അവരെന്നെ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ അത് അവരെന്നെ ഉണ്ടാക്കി അവരെന്നെ പറിച്ചതാണല്ലോ. അപ്പോൾ നമ്മുടെ അവിടെ തന്നെ ഉണ്ടായതാണ്, നിങ്ങൾ അറുത്തതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്കത് കുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര സന്തോഷത്തോടെ അത് കഴിക്കും. പിന്നെ പോരാത്തതിന് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് നമ്മൾ ഈ കൃഷിയിലേക്കൊക്കെ അല്ലെങ്കിൽ മണ്ണിലേക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് ജനിപ്പിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയായി. ഇപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ സാധാരണ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ കൃഷിയൊക്കെ ഉണ്ടാവും. ഇതുപോലെ ഇപ്പോൾ ടെറസിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ വെക്കുന്നത്. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെ ആ ഭാഗത്തേക്കൊന്നും അടുപ്പിക്കില്ല, കുഞ്ഞുങ്ങളെ തൊടാൻ സമ്മതിക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ വിത്തിടുന്നതും മണ്ണൊക്കെ ഗ്രോ ബാഗിൽ നിറക്കുന്നതും എല്ലാവരെയും കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഉത്സാഹത്തോടു കൂടി അവർ എല്ലാ ദിവസവും ഇത് വന്ന് നോക്കും. വിത്ത് മുളച്ചിട്ടുണ്ടോ, ഇലകൾ വന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ അവർ നിരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും എന്നോട് വന്ന് അത് പറയും. എന്നേക്കാൾ കൂടുതൽ അവർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതലും അവരാണ്. അപ്പോൾ അവർ മേലെ കയറി വന്നിട്ട് അത് വെള്ളം ഒഴിച്ചു കൊടുക്കും. രാവിലെ ഒഴിച്ചോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ വൈകിട്ട് അത് നനച്ചോ എന്ന് ചോദിക്കും. അതിൽ എത്ര ഇല വന്നു എന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ നമുക്ക് തന്നെ ഒരു രസമാണ്. കുട്ടികളിങ്ങനെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ തോന്നും. അതുപോലെ എവിടെന്നെങ്കിലൊക്കെ വിത്തോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കുഴിച്ചിട്ടൂടെ, മുളപ്പിച്ചൂടെ എന്നൊക്കെ അവർ പറയും. അപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയാണ് ഞാൻ ഇതിലൂടെ ചെറിയൊരു മെസ്സേജും കൂടെയാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ 6 വയസ്സും
ഒരാൾക്ക് 3 വയസ്സൊക്കെയാണ്. അപ്പോൾ മൂത്താൾ കാട്ടുന്നത് കണ്ടിട്ട് തന്നെ ചെറിയ ആളും അതുപോലെ ഞാനും നനയ്ക്കുമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാനും പറിക്കും എന്നൊക്കെ പറഞ്ഞ് അവനും അതിൽ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതി നമ്മൾക്ക് ഉള്ള സ്ഥലത്ത്, ഇതിപ്പോൾ വലിയൊരു സംരംഭമായിട്ടോ അല്ലെങ്കിൽ വലിയൊരു കൃഷി രീതിയായിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ചെറിയ ചെറിയ നമ്മളുടെ സൗകര്യത്തിൽ നമ്മളുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് ആവശ്യമായിട്ടുള്ള, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ പച്ചക്കറികളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുമ്പോൾ അത് കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ കാണാം.